ആലപ്പുഴ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന് മാത്രമാണോ പങ്കുള്ളത്? ഈ കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നുണ്ട്. ഐഷ തിരോധാന കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് റോസമ്മയെ സംശയനിഴലിൽ നിർത്തിയാണ് പുതിയ വെളിപ്പെടുത്തൽ. ഐഷ തിരോധാനവുമായി ബന്ധപ്പെട്ട് റോസമ്മ പറയുന്നതെല്ലാം കള്ളമാണെന്ന് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള നൌഷാദ് ന്യൂസ് 18നോട് തുറന്നു പറഞ്ഞു. ഐഷയ്ക്ക് സ്ഥലം വാങ്ങി നൽകിയതും തിരോധാന ശേഷം സ്ഥലം വിറ്റതും റോസമ്മ ഇടനില നിന്നാണ്. റോസമ്മയുടെ വീട്ടിൽ 2023 വരെയും സെബാസ്റ്റ്യന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് റോസമ്മ മാധ്യമങ്ങളോട് പറഞ്ഞതും പച്ചക്കള്ളമാണ്. ജൂലി എന്ന യുവതിയും മകനും ആ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ നൌഷാദ് ജൂലി ജീവനോടെ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിപ്പുറത്ത് സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളാണ് നിലനിൽക്കുന്നത്. അതിനിടയിൽ ചില നിർണായക വിവരങ്ങൾ കൂടി ന്യൂസ് 18 പങ്കുവെക്കുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് ശാസ്താംകവല സ്വദേശിയായ നൌഷാദാണ്. നൌഷാദിന് സെബാസ്റ്റ്യൻ ഒപ്പം തന്നെ റോസമ്മ ഇവരെ സംബന്ധിച്ച് നിരവധി കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. റോസമ്മ പറയുന്ന ഒരു 100-90% കാര്യങ്ങളും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റോസമ്മ പറയാറുള്ളത്. റോസമ്മ ആദ്യമേ സെബാസ്റ്റ്യനെ അറിയില്ല എന്ന് പറഞ്ഞു, അത് വരാറില്ല എന്ന് പറഞ്ഞു. ഐഷയാണ് ഈ സെബാസ്റ്റ്യനെ റോസമ്മക്ക് പരിചയപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞു. ഈ ഐഷാനെ കാണാതായതിനു ശേഷം റോസമ്മ ആദ്യം പറയുന്നത് പോലെ ആദ്യത്തെ 2-3 ദിവസമൊന്നും അന്വേഷണമൊന്നും ഇല്ലായിരുന്നു. ആങ്ങളുടെ വീട്ടിലാണ് ഐഷ താമസിച്ചുകൊണ്ടിരുന്നത് കുറച്ചു കാലം. ആ ഇടക്കാലം കൊണ്ട് അവരുടെ ഫാമിലിയിൽ ചെറിയ എന്തോ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഇവർ റോസമ്മ വന്ന് പറഞ്ഞത് കൊണ്ടിട്ടാണ് ഇവർ അധികം ഗവനിക്കാതിരുന്നത്. നമ്മുടെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ആങ്ങളയുടെ വീട്ടുകാരാണ് ആദ്യം മകനെ വിവരം അറിയിക്കുന്നത്. അതിനുശേഷമാണ് റോസമ്മ അറിയിക്കുന്നതും മകനാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഐഷാനെ കാണുന്നില്ല എന്നും പറഞ്ഞു പോകുന്നത്. സെബാസ്റ്റ്യൻ കൃത്യമായിട്ട് അവിടെ വരുമായിരുന്നു. സെബാസ്റ്റ്യനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും റോസമ്മേനെ പോലെ തന്നെ ആ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അറിയാവുന്ന ജൂലി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ വീട്ടിൽ. എൻ്റെ ഓർമ്മ ശരിയാണ് 8ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പോളി ഫാമിലി സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനും ഉണ്ടായിരുന്നു അവിടെ. ഐഷയുടെ തിരോധാന സമയത്ത് മുതൽ ജൂലി അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും ഒരു 2 വർഷങ്ങൾക്ക് ഇപ്പുറമായിട്ട് ജൂലി എന്ന ഒരു പെണ്ണിനെ കുറിച്ച് വേറെ അവിടെ ആർക്കും ഒന്നും അറിയത്തില്ല. അവർ യഥാർത്ഥത്തിൽ ആ ദുരൂഹതയും കൂടി മാറേണ്ടതാണ്. റോസമ്മ പോലും ഒരു ചാനലിലോ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോടോ അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു ആൾ താമസിച്ചിട്ടുണ്ടായിട്ട് പറയുന്നില്ല. അവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ഇടയ്ക്ക് അവിടെ വന്ന് താമസിക്കുന്ന ഒരാൾ ജൂലിയുടെ ഹസ്ബൻഡാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളാരും ഇവരെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല. ജൂലിയെ നമ്മൾക്കറിയാവുന്നതാണ്. അതാണ് വളരെ നിർണായകമായ വിവരങ്ങളാണ് നൌഷാദ് നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെ നമ്മൾ ആരും കേൾക്കാത്തൊരു കഥാപാത്രം അതിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അത് ജൂലി എന്ന സ്ത്രീയാണ്. ഇവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ തികച്ചും അസ്വാഭാവികത ജൂലിയും ജൂലിയുടെ മകനുമായി ബന്ധപ്പെട്ട് റോസമ്മയുമായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നു എന്നുള്ളതാണ്. ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അത് സംബന്ധിച്ച ദുരൂഹതകളും പോലീസ് അന്വേഷിക്കണമെന്നാണ് ഇദ്ദേഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇടനിലനിന്ന് ഐഷയെ സഹായിക്കുന്ന, ഐഷയോട് വളരെയധികം സ്നേഹം പുലർത്തിയിരുന്ന ഒരാളെന്ന് പറയുന്ന റോസമ്മ അല്ല ഈ നൌഷാദിന്റെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നേരത്തെ ന്യൂസ് 18 സൂചിപ്പിച്ചതുപോലെ തന്നെ റോസമ്മയുടെ വരികൾക്കിടയിൽ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞു കിടക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ ചൂണ്ടിക്കാണിച്ച വഴികളിലൂടെയാണ് പോലീസിന്റെ അന്വേഷണം പോലും നടക്കുന്നത്. ജൈനമ്മയുടെയും ബിന്ദു പത്മനാഭന്റെയും തിരോധാന കേസുകളുടെ അന്വേഷണത്തിനിടെയാണ് ഐഷയെക്കുറിച്ചും സിന്ധു എന്ന ബിന്ദുവിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശരണ്യ സ്നേഹജൻ പുറത്തുവിടുന്നത്. പോലീസ് ആ തിരോധാന കേസുകൾ അന്വേഷണം നടത്തുന്നു. ഈ റോസമ്മ, അതായത് സെബാസ്റ്റ്യൻ്റെ മുൻ പെൺസുഹൃത്തായിട്ടുള്ള റോസമ്മയുടെ വെളിപ്പെടുത്തലുകൾ, അവരുടെ ദുരൂഹമായ ഇടപാടുകൾ ഇതൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷെ ഇവിടെ നൌഷാദ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യമുണ്ട്. അതിൽ റോസമ്മ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. റോസമ്മയും സെബാസ്റ്റ്യനുമായി 2023 വരെ, അതായത് 2 വർഷം മുൻപ് വരെയും ബന്ധമുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ നൌഷാദ് വെളിപ്പെടുത്തുന്നു. അതോടൊപ്പം ഒരു പുതിയ കഥാപാത്രം ഇവിടെ കയറി വരികയാണ്. അതായത് ജൂലിയും മകനും ആ വീട്ടിലുണ്ടായിരുന്നു പറയുന്നു. ആരാണ് ജൂലി എന്നറിയണം. ജൂലിയും ഈ റോസമ്മയും തമ്മിൽ എന്തായിരുന്നു ബന്ധം? ജൂലി ഇപ്പോൾ എവിടെയാണ്? അവർ ജീവനോടെ ഉണ്ടോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ജൂലിക്ക് എന്താണ് സംഭവിച്ചത്?
ടോമ, ഓരോ ദിവസവും ദുരൂഹതകൾ ഏറുകയാണ്. സെബാസ്റ്റ്യനുമായും റോസമ്മയുമായും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന പള്ളിപ്പുറം സ്വദേശിയായ നൌഷാദിനെയാണ്. നൌഷാദ് നമ്മളോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ, അതായത് നൌഷാദ് പ്രാദേശികമായ പൊതുപ്രവർത്തകൻ കൂടിയാണ്. ആ ഘട്ടത്തിൽ നൌഷാദ് റോസമ്മയുടെ വീടുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. ഐഷ സ്ഥിരമായി തൻ്റെ വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ആളാണ് എന്നുള്ള സ്ഥിരീകരണം ഉൾപ്പെടെ നമ്മളോട് നൌഷാദിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൽ നൌഷാദ് പറഞ്ഞ പല കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതായത് റോസമ്മ നമ്മളോട് ആദ്യഘട്ടത്തിൽ പറഞ്ഞു സെബാസ്റ്റ്യനുമായി ഐഷ തിരോധാനത്തിന് ശേഷം ഒരു ബന്ധവുമില്ല എന്നവർ പറഞ്ഞു. അതിനുശേഷം പിന്നീട് അവർ നമ്മുടെ അഭിമുഖത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവർ വ്യക്തമാക്കിയത് 2017 സെബാസ്റ്റ്യൻ തന്നെ വിവാഹം ആലോചിച്ചു വരുന്നത്. അത് റോസമ്മ ഐഷ തിരോധാനത്തിന് ശേഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അത് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യും. നമുക്കറിയാം 2012 ഐഷ എന്ന സ്ത്രീയെ മെയ് 13 കാണാതായെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് FIR ഇടുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായ സമയത്തും റോസമ്മ പറഞ്ഞ പല കാര്യങ്ങളും ദുരൂഹതയുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ കേസുകൾ, അതായത് നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് അൺഡിക്റ്റേറ്റഡ് എന്ന് പോലീസ് എഴുതി തള്ളിയ 2 കേസുകൾ റീഓപ്പൺ ചെയ്തു എന്നുള്ളതാണ്. അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതായത് അർത്തുങ്കൽ പോലീസ് ക്ലോസ് ചെയ്തിരുന്ന അൺഡിക്റ്റേറ്റഡ് എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരുന്ന സിന്ധു തിരോധാനവും ഒപ്പം തന്നെ ഐഷ തിരോധാനം ചേർത്തല പോലീസും അൺഡിക്റ്റേറ്റഡ് എന്ന് എഴുതി തള്ളിയ കേസാണ്. ഈ 2ഉം കോടതിയിൽ അവർ സമീപിച്ചുകൊണ്ട് റീഓപ്പൺ ചെയ്തു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമെന്ന് തന്നെ നമുക്ക് പറയാം. വീണ്ടും അന്വേഷണം അതിനകത്ത് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലേറ്റവും നിർണായകമായത് ഈ റോസമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് റോസമ്മ പറയുന്ന പല കാര്യങ്ങളും ദുരൂഹതയുണ്ട് എന്ന് നമ്മൾ ആദ്യഘട്ടം തന്നെ ഉറപ്പിച്ച് പറയുന്നു. അവരുടെ കോഴി ഫാമുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടി മുഴുവനായി ക്ലീൻ ചെയ്യാതെ അത് അവിടെ ഉപയോഗിക്കുന്നു. ഈ കോഴി ഫാം പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ ഇത്രയും പണം ചിലവാക്കി നിർമ്മിച്ച ഈ ഫാം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോട് നൌഷാദ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2023 വരെ സെബാസ്റ്റ്യൻ റോസമ്മയുമായി സജീവമായ ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് എന്നുള്ള സ്ഥിരീകരണമാണ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഈ റോസമ്മയുടെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ 2 കേസുകൾ നൌഷാദ് നമ്മളോട് ചൂണ്ടിക്കാട്ടുന്നു. അതായത് സ്വന്തം കോമ്പൗണ്ടിന്റെ അരികിൽ കൂടി പോയ ഒരു കേബിൾ ലൈൻ, ആ കേബിൾ ലൈൻ അയൽവാസിയുടെ വീട്ടിലേക്ക് പോയ കേബിൾ ലൈൻ അടിയിൽ തീയിട്ട് കത്തിച്ച കേസ് റോസമ്മയ്ക്കെതിരെ, അതായത് ഈ ലൈൻ നശിപ്പിക്കുന്നതിന് വേണ്ടി അടിയിൽ തീയിട്ട് കത്തിച്ച ഒരു കേസ് ചേർത്തല പോലീസിൽ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. 2, റോസമ്മ ഉപയോഗിച്ചിരുന്ന കാറ് ഒരു മതിലിടിച്ച് തകർത്ത ശേഷം അത് നിർത്താതെ മുന്നോട്ട് പോവുകയും അന്ന് വണ്ടി നമ്പർ വെച്ചാണ് പോലീസ് ഇവരാണെന്ന് ഐഡന്റിഫൈ ചെയ്തത്. ഈ 2 കേസുകളിലും നൌഷാദാണ് അന്ന് റോസമ്മയും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ടും ആ പ്രദേശത്തെ പരാതിക്കാരുമായി ബന്ധപ്പെട്ടും ആ വീട്ടിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ ഇവരൊരു ക്യാരക്ടറിനെ കുറിച്ച് അയാൾ വളരെ കൃത്യമായ ഒരു പിക്ചർ നമുക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ സ്ഥിരമായി അവരെ നൌഷാദ് സൂചിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദുരൂഹത നിറഞ്ഞൊരു കാര്യം, റോസമ്മ നമ്മളോട് പറഞ്ഞതുപോലെ വർഷങ്ങളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ അല്ല അവർ എന്നുള്ളതാണ്. 2023 കാലയളവ് ഒരു 1.5 വർഷം മുൻപ് വരെ അവിടെ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള നിർണായകമായ ഒരു വിവരമാണ് നമ്മളോട് ഈ നൌഷാദ് പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് അയാൾ പറയുന്നത് ജൂലി എന്നൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ജൂലി ഇവരുടെ ബന്ധുവാണ്, ഭർത്താവ് എന്നാണ് അവർ വ്യക്തമാക്കിയത്, സഹോദരന്റെ മകളാണ് എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ ഈ ജൂലിയെ സംബന്ധിച്ച് പല ഘട്ടത്തിലും ആ വീട്ടിൽ പോകുമ്പോഴും ഈ ജൂലി ഒരു കോണ്ടാക്റ്റും പുറത്തേക്ക് വെക്കാറില്ല എന്നുള്ളതാണ്. അതായത് ആ വീടിനകത്ത് അടച്ചിട്ട നിലയിലാണ് എപ്പോഴും ജൂലി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പള്ളിയിൽ പോകാൻ വേണ്ടി ഞായറാഴ്ച ദിവസം മാത്രമാണ് ഇവർ പുറത്തേക്ക് പോകുന്നത്.